ആതിരപ്പള്ളി വൈദ്യുതി പദ്ധതിയെക്കുറിച്ചുള്ളൊരു ചിന്ത പ്രധാനമായിട്ടും ഉടലെടുത്തത് 96-2001 പീരീഡിലെ ഇ.കെ. നായനാർ മന്ത്രിസഭ നിലനിൽക്കുമ്പോഴാണ്. അതാണ് എൻ്റെ ധാരണ. അതിൽ പ്രഥമഘട്ടത്തിൽ വിദ്യുച്ഛക്തി വകുപ്പ് മന്ത്രിയായിരുന്നത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും, പിന്നീട് ഒരു വർഷത്തിന് ശേഷം അദ്ദേഹം പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയപ്പോൾ ശ്രീ എസ് ശർമ്മയുമായിരുന്നു. അത്തരൊരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു ആലോചന നിലവിൽ വന്നപ്പോൾ തന്നെ പരിയാര പ്രദേശത്തെ ജനങ്ങൾ പുഴ സംരക്ഷണം എന്ന പേരിലൊരു സമരസമിതി ഉണ്ടാക്കുകയും അതിലെ ധാരാളം പ്രവർത്തകർ പാർട്ടിയുമായി ബന്ധപ്പെട്ടവരുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങൾ പാർട്ടിയുടെ ഘടകങ്ങളിലും പ്രത്യേകിച്ച് പാർട്ടിയുടെ തൃശൂർ ജില്ലാ സമ്മേളനത്തിലും ഉയർന്നു വന്നതാണ്. പാർട്ടി കുറെ കൂടി ചർച്ച ചെയ്ത് അതേക്കുറിച്ച് അഭിപ്രായം പറയണമെന്നാണ് അന്ന് തീരുമാനിച്ചത്. മാത്രമല്ല സംസ്ഥാന കമ്മിറ്റിയോട് ഇതൊരു സംസ്ഥാന വിഷയമാണ്, കേവലം തൃശൂർ ജില്ലയുടെ മാത്രം പ്രശ്നമല്ല, സംസ്ഥാന കമ്മിറ്റിയോട് ഇതേക്കുറിച്ചൊരു അഭിപ്രായം രൂപപ്പെടുത്തണമെന്നും ആവശ്യപ്പെടുകയുണ്ടായി. പിന്നീടാണ് പാർട്ടി കമ്മിറ്റികൾ പലതും ചർച്ച ചെയ്ത് ഈ കഴിഞ്ഞ 10, 15, 16 വർഷം നിരന്തരമായിട്ട് ഇത്തരം വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തിയാണ് പാർട്ടി ഒരു നിലപാടെടുത്തത്. അതിരപ്പള്ളിയിൽ അങ്ങനെ ഒരു വൈദ്യുതി പദ്ധതി ആരംഭിക്കേണ്ടതില്ല, അത് പ്രകൃതി സംരക്ഷണത്തിന് ദൂഷ്യകരമായിരിക്കും, ഇതിനേക്കാൾ ലാഭകരമായ പല പദ്ധതികളും തീർച്ചയായിട്ടും വൈദ്യുതി ഉൽപാദനത്തിന് വേണ്ടി സ്ഥാപിക്കാൻ കഴിയും കേരളത്തിൽ എന്നുള്ള നിലപാടാണ് പാർട്ടി എടുത്തത്. മാത്രമല്ല വളരെ പ്രകൃതി സമ്പന്നമായിട്ടുള്ള വളരെ അപൂർവമായിട്ടുള്ള ചെടികളും സസ്യങ്ങളും വലിയ വൃക്ഷങ്ങളും ജീവികളും ഒക്കെയുള്ള ഒരു പ്രദേശമാണ് ഈ അതിരപ്പള്ളി മേഖല. ആ മേഖലയെ അതിന്റെ ഒരു പകുതി ശതമാനത്തിലധികം ഇല്ലാതാക്കുന്നതായിരിക്കും ഇത്തരമൊരു പദ്ധതി എന്നാണ് ഞങ്ങൾ ഭയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അതിനെ എതിർക്കാനായിട്ട് കാരണം. നാടിന്റെ വികസനത്തിനോ വൈദ്യുതി ഉൽപാദനത്തിനോ എതിരായിട്ടുള്ള ഒരു നിലപാടല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്തത് എന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഇടുക്കി പദ്ധതിക്ക് രൂപം നൽകിയത് തന്നെ എം.എൻ. ഗോവിന്ദൻ നായനാണ്. മാത്രമല്ല ഇടുക്കി പദ്ധതിക്ക് കൊണ്ടുള്ള പ്രയോജനം എല്ലാവർക്കും അറിയാം. കേരളത്തിന് മാത്രമല്ല അയൽ സംസ്ഥാനങ്ങൾക്ക് കൂടി ഗുണം ചെയ്തൊരു പദ്ധതിയായിട്ട് ഇടുക്കി പദ്ധതി മാറിയതാണ്. അതിരപ്പള്ളി പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടൊന്നും അതിലില്ല. ഒരു ചെറിയ ജലവൈദ്യുത പദ്ധതി എന്നതിൽ കവിഞ്ഞുള്ള മെച്ചമെന്ന് പറയുന്നതിനെക്കുറിച്ച് ഇന്നുവരെ അതുമായി ബന്ധപ്പെട്ട ആരും തന്നെ വെളിപ്പെടുത്തിയിട്ടുമില്ല. അതുകൊണ്ട് ഞങ്ങളുടെ നിലപാട് അന്നും ഇന്നും ഒന്നു തന്നെയാണ്. ഒരു കാരണവശാലും പ്രകൃതിക്ക് ദോഷകരമായ രൂപത്തിലുള്ള വികസനം ആവശ്യമില്ല. പ്രത്യേകിച്ച് അതുകൊണ്ട് തന്നെ അതിരപ്പള്ളി പദ്ധതി എന്നുള്ളത് ആലോചിക്കാൻ പോലും പാടില്ലാത്ത ഒന്നാണ് എന്നാണ് ഞങ്ങളുടെ ആദ്യന്തം ഉള്ളത്.